നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേരളത്തിൽ പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുന്നു. H1N1 ഡെങ്കി കേസുകൾ കുതിച്ചുയർന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ രാത്രി സമയത്ത് KSRTC ബസ്സുകൾ കയറാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം എങ്ങുമെത്തിയില്ല. അംശാദായം അടച്ചിട്ടും കർഷക ക്ഷേമനിധിയിൽ നിന്നും പണം ലഭിക്കാൻ വയോധിക കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായി 75-കാരി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുന്നു. H1N1 ഡെങ്കി കേസുകൾ കുതിച്ചുയർന്നു. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 11,000 കടന്നു. കണക്ക് കൂട്ടിയതിനും നേരത്തെ പകർച്ചവ്യാധി കണക്ക് കുത്തനെ ഉയരുകയാണ്. രോഗപ്രതിരോധത്തിനായുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ തിങ്കളാഴ്ച തുടങ്ങും. 10 ദിവസത്തിനിടെ 1075 ഡെങ്കി കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 217 H1N1 കേസുകളും 127 എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 ബാധിച്ച് 26 പേർ മരിച്ചു. ജൂൺ 26-ന് റിപ്പോർട്ട് ചെയ്തത് 182 ഡെങ്കി കേസുകളാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഡെങ്കി കേസുകളുടെ എണ്ണം 100-ന് മുകളിലാണ്. കഴിഞ്ഞ മാസം സംസ്ഥാനത്താകെ സ്ഥിരീകരിച്ച ഡെങ്കി കേസുകളുടെ എണ്ണം 1150 എങ്കിൽ ഈ മാസം ഇതുവരെ 2013 പേർക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത്. അതിൽ പകുതിയും കഴിഞ്ഞ 10 ദിവസത്തിനിടെയാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ മാസത്തേക്കാൾ 3 ഇരട്ടി H1N1 കേസുകളാണ് ഈ മാസം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. എലിപ്പനി പിടിപെട്ടവരുടെ എണ്ണവും ഇരട്ടിയായി. ഒരാളിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരുന്നത് തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ഫീൽഡ് സർവേ ഊർജിതമാക്കി. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ രാത്രി സമയത്ത് KSRTC ബസ്സുകൾ കയറാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ സ്റ്റാൻഡിന് മുൻവശത്ത് അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സമരപരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ റിൻഡോ ജോൺസൺ, ജീസ് നെല്ലായി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര, വർഗീസ് തെക്കേത്തല, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് അളഗപ്പ KSRTC സ്റ്റാൻഡിൽ വൈകുന്നേരം 7 മണി മുതൽ KSRTC ബസ് കയറാത്തതും പിന്നെ ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു സുരക്ഷിതമായ ഒരു ബസ് സ്റ്റോപ്പും പരിപൂർണമായ രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യവും ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം വണ്ടികളുടെ ഗതാഗതം പലപ്പോഴും നടത്താതെ ഈ സ്റ്റാൻഡിനെ വെറുതെ ഒരു നോക്കുകുത്തിയാക്കി മാത്രം ആക്കിക്കൊണ്ട് KSRTCയും അതുപോലെ തന്നെ സർക്കാരും പ്രത്യേകിച്ച് നമ്മുടെ പുതുക്കാടിൻ്റെ MLAയും വലിയ അവഗണനയാണ് ഈ KSRTC സ്റ്റാൻഡിനോട്. ഈ പുതുക്കാടിനെ സംബന്ധിച്ചിടത്തോളം പുതുക്കാട് സിഗ്നലായാലും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന സ്ഥലമായാലും നിരവധി അപകടങ്ങൾ ദിവസേന നടക്കുന്ന ഒരു സ്ഥലമാണ്. പുതുക്കാട് കമ്മിറ്റിയുടെ നേതാക്കളും പ്രിയപ്പെട്ട ബാബുരാജേട്ടന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിന് അന്തിമമായ ഒരു പരിഹാരം കാണുന്നതുവരെ ഒരു സമരത്തിലേക്ക് നീങ്ങും. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം എങ്ങുമെത്തിയില്ല. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂളിന് സമീപമുണ്ടായിരുന്ന മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയിട്ട് മാസങ്ങളായെങ്കിലും ആവശ്യമായ ഫണ്ട് അനുവദിച്ചു കിട്ടാത്തതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. വെള്ളിക്കുളങ്ങര ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ സാംസ്കാരിക നിലയം കെട്ടിടത്തിലാണ് ഇപ്പോൾ മൃഗാശുപത്രി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിനായി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ
പുനർനിർമ്മാണത്തിന് ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം വരുമെന്നാണ് സൂചന. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വളർത്തുമൃഗങ്ങളുള്ള പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൃഗാശുപത്രി കെട്ടിടം അനിവാര്യമാണ്. വെള്ളിക്കുളങ്ങരയിലെ പരേതനായ ജോൺ കട്ടക്കയം അരനൂറ്റാണ്ട് മുൻപ് സംഭാവന ചെയ്ത 22 സ്ഥലത്താണ് മൃഗാശുപത്രി കെട്ടിടമുണ്ടായിരുന്നത്. ആടുമാടുകളെ പരിപാലിച്ച് ഉപജീവനം നടത്തിവരുന്ന മലയോര കർഷക കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്ന് 1968 നവംബർ 15 അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന CN മേനോക്കിയാണ് ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. ഈ കെട്ടിടത്തിന് സമീപം പിന്നീട് ലബോറട്ടറിക്കായി മറ്റൊരു കെട്ടിടവും നിർമ്മിച്ചു. മൃഗാശുപത്രി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം കാലപ്പഴക്കം മൂലം ചോർന്നൊലിക്കാൻ തുടങ്ങിയപ്പോൾ ഏതാനും വർഷം മുമ്പ് ഓടിട്ട മേൽക്കൂര പൊളിച്ചു നീക്കി ഷീറ്റ് മേഞ്ഞു. കെട്ടിടത്തിന് മുൻഭാഗത്തെ മേൽക്കൂരയിൽ നിന്നും കോൺക്രീറ്റ് അടർന്നു വീഴാൻ തുടങ്ങിയതോടെ കെട്ടിടം തീർത്തും സുരക്ഷിതമില്ലാതായി. ക്ഷീരകർഷകർ തിങ്ങിപ്പാർക്കുന്ന മലയോര മേഖലയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ ദുർബലമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ മൃഗാശുപത്രി കെട്ടിടം പൊളിച്ചു നീക്കി തലസ്ഥാനത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടിയുണ്ടാകണമെന്ന് ആവശ്യമുയർന്നതിനെ തുടർന്നാണ് ഏതാനും മാസം മുമ്പ് കെട്ടിടം പൊളിച്ചു നീക്കുകയും മൃഗാശുപത്രിയുടെ പ്രവർത്തനം താൽക്കാലികമായി സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റുകയും ചെയ്തത്. അംശാദായം അടച്ചിട്ടും കർഷക ക്ഷേമനിധിയിൽ നിന്നും പണം ലഭിക്കാൻ വയോധിക കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായി 75-കാരി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 11-ാം വാർഡിലെ മുപ്ലിയത്ത് താമസിക്കുന്ന ആരോടി വീട്ടിൽ കല്യാണി കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ ഏജന്റ് മുഖേന പണം മുടക്കം കൂടാതെ അടച്ചു പോന്നിരുന്നു. എന്നാൽ പെൻഷൻ കിട്ടാറായപ്പോൾ അത് ലഭ്യമാക്കാത്ത അവസ്ഥയിലായി. 60 വയസ്സ് പൂർത്തിയായാൽ പണവും പലിശയും ഉപഭോക്താക്കൾക്ക് നൽകണമെന്നാണ് ക്ഷേമനിധിയുടെ വ്യവസ്ഥ. കല്യാണിക്ക് 75 പിന്നിട്ടിട്ടും പെൻഷനില്ല. SC വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്ക് തിമിര ശസ്ത്രക്രിയയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥയാണ്. എല്ലാ ജോലികളും ഞാൻ പഠിച്ചായിരുന്നു. കണ്ണും രണ്ടും കാണില്ല. എനിക്ക് ഒരാളുടെ സഹായം, ഒരു പെൻഷനും കിട്ടണില്ല. ഞാൻ അടച്ച കാശ് എനിക്ക് കിട്ടണില്ല, ഒന്നുമില്ല. എനിക്ക് സാമതേര കാശ്, ഞാൻ സാമതേര നമ്മുടെ കർഷക തൊഴിലാളിയുടെ പെൻഷന് അല്ല കാശ് ഞാൻ അടച്ചു പോകുന്നത്. ഞാൻ എല്ലാ കടലാസുകളും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അയ്യന്തോള് കിട്ടാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. അവർ കാരണം പറഞ്ഞത് കിട്ടാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അടച്ച കാശൊക്കെ ആൾക്കാർക്ക് കിട്ടി. ഞാൻ ഒപ്പം അടച്ച ആൾക്കാർക്കൊക്കെ കാശ് കിട്ടി. എനിക്ക് തന്നിട്ടില്ല. എനിക്ക് 2 കണ്ണും കാണില്ല. എനിക്ക് ജോലി എടുക്കാനും പാടില്ല. മുടക്ക് വന്നിട്ടില്ല. ഞാൻ കൊല്ലത്രയൊന്നും എനിക്കറിയില്ല. 60 വയസ്സ് വരെ ഞാൻ അടച്ചിട്ടുണ്ട്. ശരിക്കും അടച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ എൻ്റെ മോൻ പോയി, എനിക്ക് സഹായമുള്ള ഒരാൾ പോയി. ആള് പോയപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞപ്പോഴൊന്നും കൊടുക്കില്ല എന്ന്, 4 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സഹായം ചെയ്തു തരുന്ന ആൾക്ക് ഞാൻ 10 പൈസ കൊടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ചെയ്തു തന്ന ആൾ ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് എൻ്റെ കാശ് കിട്ടണം. എനിക്ക് കണ്ണ് രണ്ടും കാണില്ല. എനിക്ക് കാലോട് നടക്കാനും പാടില്ല. കാലിലും ഉരുണ്ട് കയറ്റം. വയോധികയുടെ ദുരവസ്ഥ കണ്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ എത്തിയപ്പോഴാണ് കല്യാണിയുടെ രേഖകൾ ഒന്നുമില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. തുടർന്ന് പണമടച്ച ഒരു രസീത് ഹാജരാക്കിയതോടെയാണ് ക്ഷേമനിധി ഒരാഴ്ചയ്ക്കകം നടപടികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു. എന്നാൽ മുൻഗണനാ അടിസ്ഥാന പ്രകാരം പണം വരുന്നതിന് താമസമുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് നാളുകൾ കഴിഞ്ഞിട്ടും ക്ഷേമനിധി പണം എത്താതായതോടെ രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി. കമ്മീഷൻ ഇടപെട്ട് ആദ്യ ഗഡുവായി 7000 രൂപ വയോധികയ്ക്ക് നൽകി. ഇവര് കർഷക തൊഴിലാളിയായിരുന്നു. ഇവർ കർഷക തൊഴിലാളിയായ അന്ന് തൊട്ട് ഇവർ കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ അംശാദായം കൃത്യമായി അടച്ചു പോരുന്ന ഒരു ഉപഭോക്താവാണ്. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവർ അടച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ, അതായത് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ക്ഷേമനിധിയിൽ പൈസ അടയ്ക്കുക. അപ്പോൾ ഇവരടച്ചുകൊണ്ടിരുന്ന ആൾ എല്ലാ രേഖകളും കൊണ്ട് ക്ഷേമനിധിയിൽ സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിട്ടും ഇതിന് വർഷങ്ങളായിട്ട് പൈസ കിട്ടാണ്ടായപ്പോൾ അന്വേഷിച്ച് അവർ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞ് കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ അന്വേഷിക്കാൻ പോയില്ല. അതിന് ശേഷം ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇത് പറയണം, ഇത്ര വർഷമായിട്ട് എനിക്ക് പൈസ കിട്ടിയില്ല മോനെ, ഒന്ന് നീ മേടിച്ച് തരണം, നീ ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അയ്യന്തോളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്ര വർഷമായതല്ലേ, അപ്പോൾ ഇവിടെ അതിൻ്റെ രേഖകളൊന്നുമില്ല, കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടച്ചതിൻ്റെ വല്ല രേഖയുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കമ്പ്യൂട്ടറിൽ കയറ്റാം, അല്ലാണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരെ വീട്ടിൽ വന്നിട്ട് ഇവരെ ബാഗുകളും
മറ്റുള്ള സാധനങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു കടലാസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കടലാസും കൊണ്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അടച്ചതിൻ്റെ ഒരു കുറ്റിയായിരുന്നു റെസിറ്റ്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇത് മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒക്കെ റെഡി ആക്കിയിട്ട് ഇനി അവർക്ക് പൈസ കിട്ടും. പൈസ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയില്ല, ഇനി മുൻഗണന അടിസ്ഥാനത്തിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും മനുഷ്യാവകാശ ലംഘനമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രായമുണ്ട്, കണ്ണ് കാണില്ല, ഇതൊക്കെ. അപ്പോൾ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി കൊടുത്തു. ഞാൻ തന്നെയാണ് ഹിയറിങ്ങിന് പോയത്, എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. അപ്പോൾ കമ്മീഷന് ബോധ്യപ്പെട്ടു. ഓൾറെഡി കമ്മീഷൻ ക്ഷേമനിധി ബോർഡിനോട് പറഞ്ഞു ഇവർക്ക് പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗഡു 6 മാസം മുന്നേ ഇവർക്ക് 7,000 രൂപ ഇവരെ അക്കൗണ്ടിലേക്ക് വന്നു. ആദ്യ ഗഡു ലഭിച്ചുവെങ്കിലും വാർദ്ധക്യ വിഷമതകൾ ഏറെയുള്ള കല്യാണിക്ക് ചികിത്സയ്ക്കായി ഇനിയും തുക ആവശ്യമുണ്ട്. കർഷകരുടെ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം തേടി നവകേരള സദസ്സിലും മനുഷ്യാവകാശ പ്രവർത്തകൻ പരാതി നൽകി. പക്ഷേ എവിടെയും നടപടിയായില്ല. ബാക്കി തുകയ്ക്ക് ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് കല്യാണിയമ്മ. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലത്തിലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സുനിൽ അന്തിക്കാട്, MK പോൾസൺ, സെബി കൊടിയൻ, K ഗോപാലകൃഷ്ണൻ, KF ഡൊമിനിക്, K രാജേശ്വരി, ആന്റണി കുറ്റുകാരൻ, പോൾസൺ തെക്കുംപീടിക, സഞ്ജയ് ജെയിംസ്, നൈജോ ആന്റോ, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വ്യക്തിത്വ വികസന ക്ലാസ് എഡിസൺ ഫ്രാൻസ് നയിച്ചു. പക്ഷേ SSLCക്ക് എന്തോ ഏറ്റവും കൂടുതൽ മാർക്കുണ്ടായിരുന്നു. ഒരു നേട്ടം കൈവരിക്കുമ്പോൾ അവരെ ആദരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് സ്നേഹത്തോടെ അരീശേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. എനിക്കിവിടെ നിൽക്കുമ്പോൾ സത്യമായ വിഷമമുണ്ട്, സങ്കടമുണ്ട്. വി ഡാൻസ് യോഗ സെന്റർ ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര റോഡിലെ നോർത്ത് പോയിന്റ് ബിൽഡിംഗിലാണ് വി ഡാൻസ് യോഗ സെന്റർ ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നത്. സിനിമാ സീരിയൽ താരം വരദ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പലി സോമൻ ഉദ്ഘാടന വേളയിൽ ആശംസകൾ നൽകി. അനു ഷൈൻ, K സന്ദീപ്, അക്ഷയ വിമൽ എന്നിവരാണ് സ്ഥാപനത്തിന്റെ സാരഥികൾ. ഗ്രാൻഡ് ഓപ്പണിംഗിനോടനുബന്ധിച്ച് D4 ഡാൻസ് ഫെയിം ജെറി ഫ്രാൻസിസ് നേതൃത്വം നൽകിയ ഡാൻസ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ സുംബ, യോഗ, വെസ്റ്റേൺ, ക്ലാസിക്കൽ ഡാൻസ് പരിശീലനം വി ഡാൻസിൽ ലഭ്യമാണ്. കിഡ്സ്, ലേഡീസ് സ്പെഷ്യൽ സെക്ഷനുകൾ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 9 വരെ പ്രവർത്തന സമയം. വി ഡാൻസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് എല്ലാവരുടെയും താങ്ക് യു പറയാണ്. ഉദ്ഘാടനത്തിന് വന്ന നിങ്ങൾക്കും നന്ദി പറയുന്നു. ഇനി വേണ്ടത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. കാരണം ഇതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുറന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സപ്പോർട്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്നവരുടെ അടുത്ത് പറയാം, നിങ്ങളും വന്നിട്ട് സുംബയൊക്കെ പഠിച്ച് ചെയ്ത് ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡാൻസ് പഠിക്കുക, മത്സരിക്കുക, അല്ലേ? എല്ലാത്തിനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഇവിടെ ഉണ്ടാവാനായിട്ട്. ഞാനൊത്തിരി പറഞ്ഞ് വലിച്ച് വീട്ടിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൊടകര ടൗണിനെ സംബന്ധിച്ച് എന്റെ കേൾക്കുന്ന കാര്യമാണ്. മാസത്തിൽ 2-3 വ്യാപാര സ്ഥാപനങ്ങളും ഷോപ്പുകളൊക്കെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ പോകാറുണ്ട്. നല്ല സേവനം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടവും ഐശ്വര്യങ്ങളൊക്കെ നേടാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നത്. കാരണം ഞങ്ങളിപ്പോൾ കുറേ കാലം ജനപ്രതിനിധികളായിട്ട് ഇവിടെ വന്നുള്ള കടകളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന കടകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, മറ്റു സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാവുന്ന ഒരു കാര്യം. സുമാറാസൊക്കെ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്ദി വന്നേനും താങ്ക് യു. അഡ്മിഷനായി ബന്ധപ്പെടുക വി ഡാൻസ് യോഗ സെന്റർ ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ, നോർത്ത് പോയിന്റ് ബിൽഡിംഗ്, കൊടകര. ഫോൺ 7306721443. KCYM പതാക ദിനാചരണത്തിന്റെ ഭാഗമായി KCYM പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പും ആമ്പല്ലൂർ ടെസ്ല മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ നേത്രവിഭാഗം, ENT വിഭാഗം, പീഡിയാട്രിക് വിഭാഗം എന്നിവ ഉൾപ്പെടുത്തിയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. പള്ളിക്കുന്ന് സെന്റ് ആന്റണീസ് LP സ്കൂളിൽ നടന്ന ക്യാമ്പ് പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM യൂണിറ്റ് പ്രസിഡന്റ് ഡാനിയൽ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ മെജോ മെങ്ങാട്ടളിയൻ, ആനിമേറ്റർ സിസ്റ്റർ ജസ്മിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺ തുലാപ്പറമ്പിൽ, ജോജോ പിണ്ടിയാൻ, PD ഷൈജു, രജനി ഷിനോയ്, പ്രിൻസ് ഫ്രാൻസിസ്, KCYM ഭാരവാഹികളായ ആഷ്ലി ജെയിംസ്, ആൻസ് ആൻഡോ, ഷാരോൺ എന്നിവർ പ്രസംഗിച്ചു. KCYM ഭാരവാഹികളായ ആൽഫി പോൾ, ജോഷിയ ജോൺ, ആൽവിൻ ജോസ്, MC ജോൺ, ബ്രൈറ്റ് ജോർജ്, ലിൻസൺ, ആൽഫിൻ, ജോബി, ക്രിസ്റ്റീന, ഏഞ്ചൽ, ജിസ്മ, ബ്ലൈസ്, സാൽവിൻ, അലയിൻ, അനൽ, സ്നേഹ, എലൈന, ജസ്ന എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ട് 5:45ഓടെയായിരുന്നു അപകടം. വരാക്കര സ്വദേശിക്കാണ് പരിക്കേറ്റത്. ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കാർ തിരിക്കുന്നതിനിടെ വരാക്കര ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ കാർ യാത്രികൻ ആശുപത്രിയിലെത്തിച്ചു. KSKTU ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നന്ദിക്കര നോർത്തിൽ പതാക ദിനം ആചരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി TK വാസു പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ, ട്രഷറർ EK അനൂപ്, TR ലാലു, PV കുമാരൻ, കവിത സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ജൂലൈ 10, 11 തീയതികളിൽ നെല്ലായി മേഖലയിലെ കൊളത്തൂരിലാണ് KSKTU ജില്ലാ സമ്മേളനം നടക്കുന്നത്. നന്ദിപുലം പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്കുശേഷം മേള അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നടത്തി. പെരുവനം സതീശൻ മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. പ്രസാദ ഊട്ടുമൊരുക്കിയിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും പോറാത്ത ആനന്ദന്മാരാർ അവതരിപ്പിച്ച അഷ്ടപതിയും ഉണ്ടായിരുന്നു. BKMU മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നംപാടത്ത് പയർ കൃഷി ആരംഭിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. KV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KK സുബ്രൻ, BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. VA മൊയ്തീൻ, ശിവരാമൻ, അസീസ്, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനം നടത്തി. സീനിയർ അസിസ്റ്റന്റ് ടെസി M മൈക്കിൾ പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ക്ലാസിക് കൃതികളും കവിതകളും ചെറുകഥകളും കുട്ടികളെ പരിചയപ്പെടുത്തി. സ്റ്റാഫ് സെക്രട്ടറി B ബിജു, അധ്യാപകരായ K സൗമ്യ, KE ഷിനി, സൂര്യ G നാഥ്, ദീപ സെബാസ്റ്റ്യൻ,
കെ ധനുഷ, പി രമ്യ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. നമുക്കെല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് എന്നത് ടീച്ചർ പറഞ്ഞ പോലെ വേൾഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷ ടീച്ചർ ബുക്കുകളുണ്ടാവും. ഒരു വേൾഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് പറയും. മഴയിൽ നിറഞ്ഞൊഴുകി മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം. സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വനം വകുപ്പ്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മരോട്ടിച്ചാൽ ഓലക്കയം വെള്ളച്ചാട്ടമാണ് നിറഞ്ഞൊഴുകുന്നത്. വെള്ളച്ചാട്ടം അതിമനോഹരമായതോടെ സന്ദർശകരുടെ എണ്ണവും കൂടി. എന്നാൽ അപകട സാധ്യത മുന്നിൽ കണ്ട് സന്ദർശകരുടെ പ്രവേശനം കർശനമായി തടയുകയാണ് വനം വകുപ്പ്. പുറമെ നിന്ന് വരുന്നവർക്ക് വെള്ളച്ചാട്ടത്തിന്റെ അപകടാവസ്ഥ മുൻകൂട്ടി അറിയാൻ കഴിയില്ല. ഇത്തരം കാരണത്താൽ വെള്ളത്തിലിറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് വനം വകുപ്പ് സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 2 യുവാക്കൾ വെള്ളച്ചാട്ടത്തിൽ മുങ്ങിമരിക്കാൻ ഇടയായതും മറ്റു 2 യുവാക്കൾ കാട്ടിൽ വഴിതെറ്റി 2 ദിവസം അകപ്പെട്ടതും സ്ഥലപരിചയക്കുറവ് മൂലം ഉണ്ടായ സംഭവങ്ങളാണ്. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനാണ് വനം വകുപ്പ് സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിൽ വനം വകുപ്പിന്റെ അതിർത്തി മുതൽ വേലി കെട്ടി അടച്ചാണ് സന്ദർശകരെ തടയുന്നത്. പല ഭാഗത്തു നിന്നും എത്തുന്ന സന്ദർശകർ ഇതോടെ വെള്ളച്ചാട്ടം കാണാൻ കഴിയാതെ മടങ്ങുകയാണ്. ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സന്ദർശകരുടെ ആവശ്യപ്രകാരം വെള്ളച്ചാട്ടം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഇത് പൂർത്തീകരിച്ചാൽ എല്ലാവിധ സുരക്ഷാ സംവിധാനവും ഒരുക്കി വെള്ളച്ചാട്ടം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നും അതുവരെ ആരെയും പ്രവേശിപ്പിക്കില്ലെന്നും വനം വകുപ്പ് അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രവേശനോത്സവമായ ദീക്ഷാരംഭ് സംഘടിപ്പിക്കുന്നു. ഈ വർഷം നടപ്പിലാക്കുന്ന FYUGPയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് കോളേജ് ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ 1 രാവിലെ 9:15 ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഇരത്തറ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി എന്നിവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്യും. സംസ്ഥാനതല FYUGP ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണമുണ്ടായിരിക്കും. തുടർന്ന് മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്തിന്റെ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും. കേരളത്തിൽ ദുർബലമായ കാലവർഷം അടുത്ത ആഴ്ചയോടെ ശക്തി പ്രാപിക്കാൻ സാധ്യത. ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് മുകളിൽ ദുർബലമായതോടെയാണ് കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞത്. എന്നാൽ വടക്ക് കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയും തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ മധ്യ കേരള തീരം വരെ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇടത്തരമോ മിതമായതോ ആയ മഴ ഈ ആഴ്ച തുടരാനാണ് സാധ്യത. ശേഷം അടുത്ത ആഴ്ചയോടെ കേരളത്തിൽ കാലവർഷം വീണ്ടും പതിയെ സജീവമാകാൻ സാധ്യതയെന്നും സൂചനയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും സ്ഥാനവും ശക്തിയും ഗതിയും അനുസരിച്ച് കാലവർഷ മഴയുടെ ശക്തി വ്യത്യാസപ്പെട്ടേക്കാം. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. സർക്കാർ ITI പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം ജൂലൈ 5 വൈകിട്ട് 5 വരെ നീട്ടി. https://www.itiadmissions.kerala.gov.in മുഖേന ഓൺലൈനായി അപേക്ഷ നൽകിയ ശേഷം പ്രിന്റ് ഔട്ട്, അസൽ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം സമീപത്തെ സർക്കാർ ITIയിൽ ജൂലൈ 10 വൈകിട്ട് 5-നകം വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ സംസ്കൃതം ജനറൽ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്തവർ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ബുധനാഴ്ച 2-ന് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവുക. ഫോൺ നമ്പർ 0480802213. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. നന്ദിക്കര വിളക്കപ്പാടി പരേതനായ കൊച്ചുമോൻ ഭാര്യ ലീല അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് വടൂക്കര ശ്മശാനത്തിൽ. സുരേഷ്, ശോഭന, വനജ എന്നിവർ മക്കളും സുഷ, കാർത്തികേയൻ, സുബ്രൻ എന്നിവർ മരുമക്കളുമാണ്.
ഇഞ്ചക്കുണ്ട് ഊന്നുകല്ലിൽ ജോർജ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ഇഞ്ചക്കുണ്ടൽ ഊർദുമാത പള്ളിയിൽ. ജോജോ, ലിസ, ദീപ എന്നിവർ മക്കളും ടിനു, ചാൾസ്, വിനോജ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേരളത്തിൽ പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുന്നു. H1N1 ഡെങ്കി കേസുകൾ കുതിച്ചുയർന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ രാത്രി സമയത്ത് KSRTC ബസ്സുകൾ കയറാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം എങ്ങുമെത്തിയില്ല. അംശാദായം അടച്ചിട്ടും കർഷക ക്ഷേമനിധിയിൽ നിന്നും പണം ലഭിക്കാൻ വയോധിക കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായി 75-കാരി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.